ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ തിരുമാടാംകുന്ന് ക്ഷേത്രത്തെ പറ്റിയാണ്. തിരുമാടാംകുന്ന് ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ നഗരസഭയിൽ പെടുന്നതാണ് ഈ അമ്പലം. ഇവിടുത്തെ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർക്ക് പോകുന്ന റെയിൽ പാതയിൽ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, റെയിൽവേ സ്റ്റേഷൻ. അതാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഗുരുവായൂർ നിന്ന് അല്ലെങ്കിൽ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം കഴിഞ്ഞ് കോഴിക്കോടോട്ട് പോകുമ്പോൾ പെരുമ്പിലാവ് എന്ന ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ഒരു 28 കിലോമീറ്റർ പോയാൽ നമ്മൾ പെരിന്തൽമണ്ണയിലെത്തി. അപ്പോൾ ഈ റൂട്ടിൽ പോയ ആൾക്കാർക്ക് ഈ അമ്പലത്തിൽ എൻ്റെ പ്രസക്തി അറിയാം. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർത്താണ്ഡൻ മഹർഷി ഭാരത ദർശനം നടത്തി സമയത്ത് ഈ ഒരു പ്രദേശത്ത് തിരുമാടാംകുന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആ ഒരു വനഭൂമിയുടെ പ്രകൃതിയുടെ ഭംഗിയിൽ ആകർഷനായിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് ശിവഭഗവാന് തപസ് ചെയ്തു. തപസ് ഇങ്ങനെ മുറുകിക്കഴിഞ്ഞപ്പോൾ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, വരം ചോദിച്ചു. അപ്പോൾ വരമായിട്ട് അദ്ദേഹം മഹർഷി ചോദിച്ചത് ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ശിവലിംഗമാണ്. അപ്പോൾ ആ ശിവലിംഗം ഉള്ളത് പാർവതി ദേവിയുടെ കയ്യിലാണ് എന്ന് മനസ്സിലാക്കിയ ശിവൻ, എന്നറിയാവുന്ന ശിവൻ ആകെ സങ്കടത്തിലായി, ഇതെങ്ങനെ കൊടുക്കും എന്നുള്ളതാണ്. പക്ഷെ അവസാനം നമ്മൾ വാക്ക് പാലിക്കണമല്ലോ, പാർവതിദേവി അറിയാണ്ട് ഈ ശിവലിംഗം മഹർഷിക്ക് കൊടുത്തു. പക്ഷെ ഇത് വൈകാണ്ട് മനസ്സിലാക്കിയ പാർവതിദേവി ഭദ്രകാളിയോട് സഹായപ്പെടുത്തിക്കും. ഭദ്രകാളി ശിവൻ്റെ അനുയായികളും കൂടി മഹർഷിയുടെ അടുത്ത് വരികയും ആദ്യം ഒരു കാര്യം പറഞ്ഞു കൊടുത്തില്ല. പിന്നെ ഈ ശിവൻ്റെ ഭൂതഗണങ്ങൾ മഹർഷിയുടെ ആശ്രമം ആക്രമിച്ചു. പക്ഷെ മഹർഷിയുടെ ശിഷ്യന്മാർ തിരിച്ച് ഇവർ തമ്മിൽ ചെറിയൊരു യുദ്ധം ഉണ്ടായി. അത് കഴിഞ്ഞ് ഭദ്രകാളി വന്ന് ശിവലിംഗം എടുക്കാൻ ശ്രമിച്ചപ്പോൾ മഹർഷി കയറി പിടിച്ചു ഒരു സൈഡിൽ. ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചപ്പോൾ ആ രണ്ടുപേരുടെയും ശക്തിയിൽ ഈ ജ്യോതിർലിംഗം രണ്ടായിട്ട് പിളർന്നു. ആ പിളർന്ന സമയത്ത് മഹർഷിയുടെ ശിവഭഗവാനിലുള്ള ആ ഒരു വിശ്വാസവും അദ്ദേഹത്തിൻ്റെ അർപ്പണഭാവം കണ്ട് മഹാവിഷ്ണുവും ബ്രഹ്മാവും ശിവപാർവതിയും മഹാഗണപതിയും പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചെന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ശിവപാർവതിയുടെയും ഭദ്രകാളിയുടെയും ഗണപതിയുടെയും എപ്പോഴും ചൈതന്യമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടുത്തെ പ്രധാന പൂജ എന്ന് പറയുന്നത് ചൊവ്വ, വെള്ളി, ഞായർ അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിൽ നടത്തുന്ന മംഗല്യ പൂജയുണ്ട്. ഗണപതി ദേവനാണ് ഇത് നടത്തുന്നത്. പ്രായപൂർത്തിയ പുരുഷന്മാർ, സ്ത്രീകൾ അവർക്ക് നല്ല ദാമ്പത്യം ഉണ്ടാകാനും നല്ല വധുവരന്മാരെ കിട്ടാനുമാണ് ഈ പൂജ നടത്തുന്നത്. അപ്പോൾ ഈ പൂജ നടത്തി കഴിയുമ്പോൾ അത് ഏത് വ്യക്തികൾക്കും അതവിടെ നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അമ്പലത്തിലോട്ട് പോയി കഴിയുമ്പോൾ ആദ്യം അമ്പലത്തിൽ കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് താഴേക്ക് പോകുന്ന അല്ലെങ്കിൽ ആറാട്ടുകടയോട്ട് പോകുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ വഴിക്ക് കഴിഞ്ഞ ഉടനെ ഗണപതി ഭഗവാന്റെ ഒരു ചെറിയൊരു വിഗ്രഹം ഒരു മരത്തിൻ്റെ ചോട്ടിലുണ്ട്. അവിടെ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ആ വിഗ്രഹത്തിന് വലത്തെ വശത്തായിട്ട് ഒരു ചെറിയൊരു അമ്പലത്തിൽ ക്ഷേത്രപാലകനുണ്ട്. ക്ഷേത്രപാലനോട് അനുമതി ചോദിച്ച് കൊടിമരം ചുറ്റി വേണം അമ്പലത്തിൽ കയറാൻ. അമ്പലത്തിൽ കയറുന്ന സമയത്ത് പുരുഷന്മാർ പാൻറ്റോ ബെർമുഡയോ ഇടാൻ പാടില്ല. അമ്പലത്തിൻ്റെ അകത്ത് വടക്കോട്ട് ദർശനമായിട്ട് ഭഗവതിയും കിഴക്കോട്ട് ദർശനമായിട്ട് ശിവഭഗവാനുമുണ്ട്. രണ്ടുപേർക്കും ഈ അമ്പലത്തിൽ കൊടിമരമുണ്ട്. തെക്ക് വടക്കായിട്ട് ഗണപതി ഭഗവാനുണ്ട്. അതിൽ ഈ ജ്യോതിർലിംഗം രണ്ടായി പിളർന്നത് ഇപ്പോഴും അമ്പലത്തിലുണ്ട്. അതിന് മൂലസ്ഥാനം എന്ന് പറയുന്നു. മഹർഷിയും ഭദ്രകാളിയും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ നടന്ന സ്ഥലമെന്ന് വിശ്വസിക്കുന്നതാണ് മൂലസ്ഥാനം അതിനെ പറയുന്നത്. ഇത് ആണ് ഈ കടലിൻ്റെ നദിയുടെ ഒരു പോഷക നദി ആണ് ഇതിൽ കൂടി ഒഴുകുന്നത്. ഇവിടെയാണ് ഉത്സവത്തിന് ആറാട്ടിന് എഴുന്നള്ളുന്നത്. ഇതിന് വേറൊരു ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വള്ളുവനാടൻ നമ്പൂതിരിമാരുടെ കീഴിലായിരുന്നു മാമാങ്കം. പക്ഷേ പിൽക്കാലത്ത് സാമൂതിരിയുടെ ഇങ്ങോട്ടുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ സാമൂതിരിയുടെ സാമ്രാജ്യം വികസിച്ചപ്പോൾ അവരുടെ ആൾബലത്തിന് മുമ്പിൽ വള്ളുവനാടന്മാർക്ക് കീഴടങ്ങേണ്ടി വന്നു. മാമാങ്കം നടത്തിപ്പ് സാമൂതിരിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിന് ബദലായിട്ട് ഒരു തിരുമാടാംകുന്ന് ഉത്സവം അല്ലെങ്കിൽ പൂരം തുടങ്ങി. മാമാങ്കം പോലെ 12 വർഷത്തിൽ ഒരിക്കലാണ് ആ പൂരം നടത്തിയിരുന്നത്.
പിന്നെ 1958 മലയാള മാസം തീപ്പെട്ട മങ്കട കൊട്ടാരത്തിലെ രാജാവാണ് എല്ലാ വർഷമായിട്ട് മാറ്റിയത്. ഇപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ ഇപ്പോൾ ഈ കടവിൽ നിന്ന് വയലിൻ്റെ ഈ വഴി നടന്നാൽ ആ മരത്തിൻ്റെ സൈഡിൽ വയൽ കാണാം. അവിടെ നടന്നാൽ ഒരു ശ്രീകൃഷ്ണ അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ വെച്ചാണ് പൂന്താനത്തിന് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടയും പൂന്താനം ഒരു വിഗ്രഹം അവിടെ ശ്രീകൃഷ്ണൻ്റെ അവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നുള്ള വിശ്വാസമുണ്ട്. ഇവിടെ വരുന്ന എല്ലാ വ്യക്തികളും അവിടെയും പോകാറുണ്ട്. പിന്നെ നമുക്ക് ഈ പഴയ പാലം എൻ്റെ അടുത്ത് തന്നെ പുതിയ കോൺക്രീറ്റ് പാലം അവർ പണിതിട്ടുണ്ട്. ഇവിടെയൊക്കെ രാവിലെ വന്നിരിക്കുമ്പോൾ കിട്ടുന്നൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ തന്നെ ചെന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. നീരും മഴയും കൂടി ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഒഴുക്കും നമുക്കൊരു ഭയങ്കര ഒരു എനർജിയാണ് അവിടെ കിട്ടുന്നത്. ഇതിലൂടെയാണ് ഈ കടലുണ്ടി നദിയിലെ പോഷക നദി ഒഴുകി ഈ ആറാട്ട് കടലോട്ട് വരുന്നത്. അതേപോലെ ഈ അമ്പലത്തിൽ സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയുണ്ട്. സപ്തമാതാക്കൾ എന്ന് പറയുമ്പോൾ ബ്രഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വരാഹി പഞ്ചമി, ചാമുണ്ഡി. ചാമുണ്ഡി എന്ന് കാളി. ഈ 7 പേരുടെയും പ്രതിഷ്ഠ ഇവിടെ ഉണ്ട്. പിന്നെ ഗണപതി ഇവിടെ പ്രത്യേകമായിട്ട് പ്രാധാന്യമുള്ള ഉപദേവനമാണ്. ഇത് നമ്മൾ അമ്പലത്തിൻ്റെ ദർശനം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുന്ന വഴികളാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ അമ്പലത്തിൽ വന്നാൽ എന്നാൽ മാത്രം നമുക്ക് കേരളത്തിലെ മേജർ അമ്പലത്തിലേക്ക് പോയി എന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. രാവിലെ വന്ന് അത്രയും നല്ലതാണ്. വൈകുന്നേരം നല്ലതാണെങ്കിൽ രാവിലെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ അമ്പലയാത്രയിൽ മലബാറിൽ പോകുമ്പോൾ ഗുരുവായൂരിൽ നിന്ന് 40 കിലോമീറ്റർ അടുത്തേ വരുള്ളൂ. പോകുക. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. താങ്ക് യു. ബൈ.